ഞാൻ ഒരു കംപ്ലൈന്റും പുറത്ത് പറഞ്ഞിട്ടില്ല. എനിക്കുണ്ടായിരുന്ന രണ്ട് വ്യക്തികളോടായിരുന്നു എനിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. ആ 2 കംപ്ലൈന്റും നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് അസോസിയേഷന് മാത്രമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിക്കും മാത്രമാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായിരിക്കാം. കുടുംബ സംഗമത്തിന്റെ മുമ്പത്തെ ദിവസമാണ് സിനിയുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടായത്. എന്താ ഈ പരിപാടി? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. ആ സംഭവം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഒരിക്കലുമില്ല. പക്ഷെ ലക്ഷ്മിപ്രിയ അതുകളെ കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മുമ്പത്തെ ദിവസം രാത്രി ഞങ്ങൾ റിഹേഴ്സലിന്റെ സമയത്ത് ടിനി ടോം എന്ന വ്യക്തി എങ്ങനെയാണ് എന്നോട് രാത്രി പെരുമാറിയത്, അന്ന് ടിനി ടോം എന്താണ് എന്നോട് ചെയ്യാൻ ശ്രമിച്ചത്. ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഇങ്ങനെ അന്തസ്സിലാ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ലക്ഷ്മിപ്രിയ തന്നെ ആ സംഭവത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയുന്ന ഒരു റെക്കോർഡിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. അത് പക്ഷെ ഒരു കോൾ റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്കത് പുറത്തുവിടുന്നത് ഒരു ലീഗൽ ഒഫൻസ് ആണ്. ഞാനത് പുറത്തുവിടുന്നത് ആരോടും പറയണ്ട, കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ റെക്കോർഡിംഗിൽ പങ്കെടുത്ത രണ്ടാമത്തെ വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ടെലിഫോൺ കോളിൽ പങ്കെടുത്ത രണ്ടാമത്തെ വ്യക്തി എന്ന നിലയിൽ ലക്ഷ്മിപ്രിയ തന്നെ ആ റെക്കോർഡിംഗ് പുറത്തു വിട്ടോളൂ എന്ന അനുവാദം എനിക്ക് തരികയാണ്. തീർച്ചയായിട്ടും ആ റെക്കോർഡിംഗ് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും. കുടുംബ സംഗമത്തിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ലക്ഷ്മിപ്രിയ എന്നെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഗ്രൂപ്പിൽ പറയുകയും, ഗ്രൂപ്പും പറയുന്നത് ഞാനും ലക്ഷ്മിപ്രിയയും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. ഇത്രയും പേരുള്ള ഗ്രൂപ്പിലാണ് ഒരു പരസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ലക്ഷ്മിപ്രിയ എനിക്കെതിരെ അന്ന് വിട്ടത്. പ്രിയ അതിനുശേഷം എന്നെ വിളിച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ ആ മാപ്പ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. ഞാൻ അവനെ വിടില്ല, അവൻ എവിടെയും പോവില്ല, എന്റെ അടുത്ത് വരും. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകും. എന്തെങ്കിലും ഒരു വഴി പറ. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു അത്. കാരണം എന്റെ വീട്ടുകാരും എന്റെ മകള് വരെ ഈ ഇമോഷണൽ ആകാതളിയാ ഇന്നേ വരെ എന്നെ കുറിച്ചിട്ട് ഒരു അനാവശ്യമായ ഒരു വാക്കോ കാര്യമോ ഞാൻ ചെയ്തിട്ടില്ല. എന്നെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു മോശമായ രീതിയിൽ ആൾക്കാർ പറയാനൊരു അവസരം ഞാനായിട്ട് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് എന്നെ കുറിച്ചിട്ട് ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു വാക്കുകൾ കേൾക്കുന്നത് അന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യം പുറത്തു വന്നതാണ്. ഞാനൊരു വളരെ സീനിയർ മെമ്പറാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നോടിത് വേണ്ടായിരുന്നു.